കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ അപകട ഭീഷണിയിലുള്ള രണ്ടാമത്തെ ടവർ പൊളിക്കുന്നതിൽ തീരുമാനം വൈകുന്നു. സേഫ്റ്റി മാനേജറുടെ റിപ്പോർട്ട് ഇനിയും നൽകാത്തതിനാൽ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം തുറക്കാൻ വൈകും. തകർന്ന ടവറിന്റെ ഭാഗങ്ങൾ 2 ദിവസത്തിനകം മാറ്റുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 11:10ഓടെയാണ് 137 വർഷങ്ങൾ പഴക്കമുള്ള ക്ലോക്ക് ടവറുകളിൽ ഒരെണ്ണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തകർന്നു വീണത്. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പതിച്ചത്. എന്നാൽ അതേ പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും അപകട ഭീഷണി ഉയർത്തുന്ന രണ്ടാമത്തെ ടവർ പൊളിക്കുന്നതിനെ പറ്റി തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. രണ്ടാമത്തെ ടവർ എന്ന് പൊളിക്കുമെന്ന ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി റെയിൽവേ അധികൃതർക്കുമില്ല. ഇപ്പോൾ തകർന്നു വീണ ടവറിന് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തുന്ന രണ്ടാമത്തെ ടവർ ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ പൈലിംഗ് കാരണമാണ് തകർന്നു വീഴാനുള്ള കാരണമായി അധികൃതർ നൽകുന്ന പ്രാഥമികമായ വിവരം. സേഫ്റ്റി മാനേജറുടെ റിപ്പോർട്ടും വൈകുകയാണ്. അതിനാൽ രണ്ടാം പ്ലാറ്റ്ഫോമിലേക്കുള്ള യാത്രക്കാരുടെ പ്രവേശനം നിരോധിച്ചത് തുടരും. അപകട ഭീഷണി ഉയർത്തുന്ന രണ്ടാമത്തെ ടവറും എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്നാണ് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ആവശ്യം. കൈരളി ന്യൂസ്, കോഴിക്കോട്.